നമുക്ക് മലയോര മേഖലയിലേക്ക് ഒന്ന് പോകാം. ഇടുക്കിയിലേക്ക് വന്നാൽ രാഹുൽ സുരേഷ്, ഗുഡ് ഈവനിംഗ്. എങ്ങനെയുണ്ട് ഇടുക്കിയിലെ കാലാവസ്ഥ ഇപ്പോൾ? സുജയ പാർവതി, ഗുഡ് ഈവനിംഗ്. ശക്തമായ കാറ്റാണ് ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നെടുങ്കണ്ട മേഖലയിലാണ് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും തുടരുകയാണ്. 2 ദിവസമായി തന്നെ ഈ കാറ്റ് ഉണ്ടാകുന്നുണ്ട്. കാറ്റ് വലിയ പ്രതിസന്ധിയാണ് മലയോര മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത ചക്കുവെള്ളത്ത് ഒരാൾ മരിച്ചു എന്നതാണ്. തോട്ടം തൊഴിലാളിയാണ് മരിച്ചിട്ടുള്ളത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള എലിസബത്ത്. 55 വയസ്സാണ് എലിസബത്തിനുള്ളത്. എലിസബത്താണ് മരം ഒടിഞ്ഞു വീണ് ദേഹത്ത് വീണ് മരിച്ചിട്ടുള്ളത്. ഈ മരം ഒടിഞ്ഞു വീഴുന്നത് കണ്ട് എലിസബത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അവരുടെ മേത്തേക്ക് ഈ മരം വീഴുകയായിരുന്നു. അതേ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാമ്പാടുംപാറയിൽ മരം ഒടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചിരുന്നു. ഇതോടെ മഴക്കെടുതിയിൽ ജില്ലയിൽ 2 മരണമായിരിക്കുകയാണ്. ആ രണ്ട് മരണത്തിനും കാരണമായിട്ടുള്ളത് ശക്തമായ കാറ്റിൽ മരം ഒടിഞ്ഞു വീണത് തന്നെയാണ്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അണക്കെട്ടുകളിലെ സാഹചര്യമാണ്. 3 ഡാമുകൾ തുറന്നിരിക്കുകയാണ്. കല്ലാർകുട്ടിയും പാമ്പളയും മലങ്കരയും തുറന്നു വെച്ചിരിക്കുകയാണ്. 3ഇടത്തും ശക്തമായ നീരൊഴുക്കുണ്ട്. അതുകൊണ്ട് പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവിൽ ഓരോ മണിക്കൂറുകളിലും മാറ്റം സംഭവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും ഇടുക്കിയിലെ വിവരങ്ങളാണ് രാഹുൽ പങ്കുവച്ചത്. നമുക്ക് കോട്ടയത്തേക്ക് വരാം. അഖിൽ കെ, ഗുഡ് ഈവനിംഗ്. കോട്ടയത്ത് നേരത്തെ ആറ്റിൽ നിന്ന് വെള്ളം കയറി ടൗണിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമൊക്കെ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയോ? ഇപ്പോഴും മഴയുണ്ടോ കോട്ടയത്ത്? സുജിയ, രാവിലെ കാര്യമായ മഴ പെയ്തില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ കാലാവസ്ഥയുടെ സ്വഭാവം മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ മഴ ആരംഭിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും കുറച്ച് ശക്തമായി തന്നെ മഴ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും എന്നുള്ളതാണ്. കിഴക്കൻ മേഖലയിൽ ഇപ്പോഴും ഇന്ന് രാവിലെയൊക്കെ ചെറുതോതിൽ മഴയുണ്ടെങ്കിൽ ആ മഴയുടെ ശക്തി കുറച്ച് അല്പം കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ മീനച്ചിലാറിലെ വെള്ളം ഉയരുന്നതാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ടൗൺ ഇല്ലിക്കൽ ജംഗ്ഷനിലൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മീനച്ചിലാറിലെ വെള്ളം ഉയർന്നു തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ വെള്ളം ഉയർന്നു. പല താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇതിനോടകം വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാവിലെ ഇല്ലിക്കൽ കയറിയ വെള്ളം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. കുറച്ചുകൂടി അല്പം കൂടി ആ വെള്ളം കയറിയതിന്റെ തോത് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റ് പ്രശ്നങ്ങളോ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും കോട്ടയം ജില്ലയെ സംബന്ധിച്ചോളം ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ശക്തമായ കാറ്റിലും മഴയിലുമായി നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീഴുകയും അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രിക് ലൈനുകൾ പൊട്ടി വൈദ്യുതബന്ധം തടസ്സപ്പെടുന്ന രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ തന്നെ ജില്ലയിൽ സംഭവിച്ചിരുന്നു. പക്ഷേ ഇന്ന് കാര്യമായ മഴയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മാറ്റം സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു, മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും മഴ കനക്കുന്ന ഒരു രീതിയാണ് കോട്ടയത്ത് കാണാൻ പോകുന്നത്. നമുക്ക് എന്തായാലും നിരീക്ഷിക്കാം. ഇനി കോട്ടയംകാരി അഞ്ജന അനിൽകുമാറിലേക്ക് പോകാം. അഞ്ജന ഇപ്പോൾ കൊച്ചിയിലാണ്. ഗുഡ് ഈവനിംഗ് അഞ്ജന അനിൽകുമാർ. ഇല്ലിക്കൽ ജംഗ്ഷനിലൊക്കെ രാവിലെ വെള്ളക്കെട്ടായിരുന്നു. കൊച്ചിയിലേക്ക് അഞ്ജന മഴ കൊണ്ടുവന്നോ? കൊച്ചിയിലും വെള്ളക്കെട്ടുണ്ടെന്ന് കേട്ടു. ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. കൊച്ചിയിൽ ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴ അല്പം മാറി നിൽക്കുകയാണ്. ഇടവിട്ടുള്ള മഴയാണുള്ളത്. പക്ഷേ ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടത് വെള്ളക്കെട്ടുകളുടെ ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയുടെ ഹൃദയഭാഗമായ പനമ്പള്ളി നഗറിലാണ്. ഇവിടുത്തെ ഓരോ ക്രോസ് റോഡുകളിലും വെള്ളം ഇതുപോലെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഇതിലേ പോകാനും മറ്റ് കാൽനടക്കാർക്ക് ഇതിലേ പോകാനും എല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ ഓടയിൽ നിന്നുള്ള മലിനജലമാണ് ഈ റോഡിലേക്ക് ഇപ്പോൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാളുകളായി നാട്ടുകാർ പറയുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇതിനൊരു പരിഹാരം വേണമെന്നതാണ്. പക്ഷേ ഇതുവരെയും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഓരോ സമയത്തും മഴക്കാലത്തിന് മുൻപായി ബ്രേക്ക് ത്രൂ എന്ന രീതിയിൽ ഓപ്പറേഷനുകൾ നടത്താറുണ്ട്, കാനകൾ വൃത്തിയാക്കാറുണ്ട്. പക്ഷേ ഈ കാനകളിലെ വേസ്റ്റ് ഉൾപ്പെടെയാണ് ഇപ്പോൾ റോഡിലേക്ക് വരുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാരൊക്കെ കഷ്ടപ്പെട്ടാണ് ഈ വഴി പോകുന്നത്. ഈ വഴി ഒഴിവാക്കി പോകുക എന്നത് കുറച്ച് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റു മാർഗമില്ലാതെ കാൽനടക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും എല്ലാം തന്നെ ഈ വഴി ഉപയോഗിച്ച് തന്നെയാണ് വരുന്നത്. പലരും വീഴാൻ പോകുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെയുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഈ വഴി പോയി കഴിഞ്ഞാൽ പിന്നെ കാലുകളെല്ലാം തന്നെ വൃത്തിയായി കഴുകണം, അല്ലെങ്കിൽ പിന്നെ അടുത്തത് അസുഖങ്ങളുടെ ഒരു കാര്യമായിരിക്കും. അതായത് കനാലിലെയും അതുപോലെ തന്നെ ഓടയിലെയും ഒക്കെ വെള്ളം ഈ മഴവെള്ളവുമായി കലർന്ന് റോഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെയുള്ള വെള്ളത്തിൽ മഴയിൽ ഒന്ന് വെള്ളമൊക്കെ തട്ടിത്തെറിപ്പിച്ച് പോകാമെന്ന് കരുതി ആ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാലൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കണം. അതൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് നമ്മുടെ അഞ്ജന നൽകിയത്. ഏറ്റവും പുതിയ അലേർട്ടുകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം പോകുന്നതിനായിട്ടൊക്കെ കുത്തിയിളക്കിയൊക്കെ പലരും അടഞ്ഞിരിക്കുന്ന ഓടകളിലൊക്കെ തുറന്നു കൊടുക്കുന്നതുമൊക്കെ നമുക്ക് വഴിയിൽ കാണാൻ കഴിയും.